ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ല കയറ്റം തുടങ്ങുന്ന ഒരു റോഡിൻ്റെ ഏറ്റവും അടിഭാഗത്താണ്. ഇവിടുന്ന് നേരെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കയറ്റവും ഒപ്പം തന്നെ ഇടയ്ക്ക് കയറ്റത്തിൻ്റെ അളവൊന്ന് കുറയുന്ന ഏരിയ വരും, വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടുന്ന ഒരു ഏരിയ വരും. ഒപ്പം തന്നെ ഇതൊരു വില്ലേജ് റോഡാണ്. ഒരു വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് പല ബിഗിനേഴ്സിനും ഡ്രൈവിങ്ങിൽ സംശയമുള്ള ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഗിയറുകൾ ഉപയോഗിക്കാം. ഫസ്റ്റ് ഗിയർ മാത്രമേ പറ്റത്തുള്ളൂ, മറ്റൊരു ഗിയർ വിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ലേ. വാഹനം നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മുന്നിലോ പിന്നിലോ മറ്റു വണ്ടികളുണ്ടെങ്കിൽ എങ്ങനെ കൃത്യമായിട്ട് നിർത്തിയെടുക്കും? ഇതും പല ആൾക്കാർക്കും സംശയമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, മുന്നിലായിട്ടൊരു 3 വീലർ കയറി പോവുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് പതിയെയാണ് കയറി പോകുന്നത്. കാരണം ഇത് കയറ്റമായതുകൊണ്ട് വാഹനം കയറി പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അടുത്തൊരു ഗിയറിൽ ആ വാഹനത്തിന് കയറി പോകാനായിട്ട് കഴിയുന്നില്ല. ഇപ്പം വണ്ടി പതിയെ മുന്നോട്ട് മൂവായി. ഇപ്പം നിങ്ങൾ നോക്കിയ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇപ്പം ഞാനിവിടെ കയറ്റം കയറി തുടങ്ങുകയാണ്. ഇപ്പം കയറ്റത്തിൻ്റെ അളവ് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കയറ്റമാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കുക, കയറ്റത്ത് ഞാൻ ഫസ്റ്റ് ഗിയർ മാത്രമാണ് വണ്ടി പോകുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഇതേ വണ്ടിക്ക് ഞാൻ ഇത്തിരി നല്ലൊരു മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഏകദേശം ഒരു 25 കിലോമീറ്റർ സ്പീഡായി സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു. അതായത് വാഹനം അങ്ങോട്ട് എടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് അങ്ങ് മൂവ് ആക്കി ഉടൻ തന്നെ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ഒരു 10-25 കിലോമീറ്റർ വേഗതയായപ്പോഴാണ് സെക്കൻഡ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് കയറ്റത്ത് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് മൂവ് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് കൊടുക്കാം. ഒരു 20 കിലോമീറ്റർ എങ്കിലും കുറഞ്ഞത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് പോകാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ തേർഡ് ഗിയറിലേക്ക് വരികയാണ്. കാരണം ആ കയറ്റം ഒന്ന് കയറി വീണ്ടും ഒരു ചെറിയ നിരപ്പ് വന്നു, വീണ്ടും ഒരു ഇറക്കം വന്നു. ഇത് തേർഡ് ഗിയർ വരികയാണ്. ഇനി നമ്മൾ വീണ്ടും ഒരു കയറ്റം കയറാനായിട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുക, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. തേർഡ് ഗിയറിലാണ് ഇറങ്ങി വരുന്നത്, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. ഇനി നിങ്ങൾ കയറ്റം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള സംശയമാണ്, ഒരു കയറ്റത്ത് തേർഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുമോ? ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കയറ്റത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയേ, തേർഡ് ഗിയറിൽ ഞാൻ ആ ഒരു ഇറക്കം ഇറങ്ങി ഇങ്ങനെ വരുന്നു, വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ ഒരു നിരപ്പായിട്ടുള്ള റോഡ് ഇങ്ങനെ വരുന്നു, വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, അത്യാവശ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഒരു നിരപ്പായിട്ടുള്ള റോഡാണെങ്കിൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് വളരെ സുഖകരമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇനി വീണ്ടും ഇവിടെ മുന്നിലായിട്ട് മറ്റു വളവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഡൗൺ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ നോക്കി, വീണ്ടും ഒരു ഇറക്കം വന്നു, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്നത് ഞാനിത് ഈ ടേണുകൾ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ബ്രേക്കിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഈ ഒരു ടേൺ എടുത്തു. ഇപ്പോൾ നിങ്ങൾ ഫോർത്തിലാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു, ഈ വളവും കഴിഞ്ഞത് മുന്നിലേക്ക് വീണ്ടും കയറ്റം തുടങ്ങാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കേ, ഫോർത്തിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഈ ചെറിയൊരു കയറ്റം ഞാൻ ഇവിടെ ഇങ്ങനെ കയറി തുടങ്ങുന്നു. ഇപ്പോൾ വണ്ടി വലി മടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളൊരു വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ റോഡുകളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെയാണ് നമ്മൾ ആ നല്ല കയറ്റത്തിലേക്ക് വാഹനമായിട്ട് ചെല്ലാനായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കി, എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് ഈ ഒരു ഏരിയ നമ്മൾ പതിയെ ഇറങ്ങുന്നു, തേർഡ് ഗിയറിലാണ് വരുന്നത്. ഇനി നമ്മൾ വീണ്ടും ഒരു കയറ്റം കയറാനായിട്ട് പോവാണ്. നിങ്ങൾ നോക്കുക, ഈ കയറ്റം കയറുന്ന സമയത്ത് ഇപ്പം ഞാൻ വരുന്നത് തേർഡ് ഗിയറിലാണ്. ഓക്കെ, ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റം തേർഡിൽ കയറത്തില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്ലച്ച് അയച്ചിട്ട് നമ്മൾ ഇനി കയറുന്നത് സെക്കൻഡ് ഗിയറിലാണ്. മനസ്സിലായോ? അതായത് മറ്റൊരു ഗിയറിലല്ല, സെക്കൻഡ് ഗിയറിൽ നമ്മളിത് ഇതുപോലെ ഈ ചെറിയൊരു കയറ്റം നമ്മൾ കയറി വരികയാണ്. വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് തന്നെ സെക്കൻഡ് ഗിയർ കയറി വരാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്താൽ പതിയെ ഇങ്ങോട്ട് കയറി വരുന്നു. വീണ്ടും കയറ്റത്തിൻ്റെ അളവ് ഇത്തിരി മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുക, നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണ്. ഞാൻ അങ്ങോട്ട് കയറുവാണ്. ഇത് സെക്കൻഡ് ഗിയറിലാണ് ഈ കയറ്റം കയറുന്നത്. നിങ്ങൾ നോക്കിയ ഒരു വില്ലേജ് റോഡിൽ ക്ലച്ചേ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് കയറുകയാണ്. ഇവിടെ ഇനി കുറച്ച് ടാറിങ് ഒക്കെ പോയി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് കയറുകയാണ്. കണ്ടോ? അപ്പോൾ ടാറിങ്ങും അങ്ങനെയുള്ള സോളിങ്ങും ഒക്കെ പോയി കിടക്കുന്ന ഒരു റോഡാണെങ്കിൽ സെക്കൻഡിൽ കയറാൻ നോക്കരുത്. കയറ്റം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, ഫസ്റ്റ് കൊടുക്കുക. ഇനി വീണ്ടും ആ അവസ്ഥ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡിലേക്ക് ഇടാം വില്ലേജ് റോഡിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകാം. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഒരു 20 കിലോമീറ്റർ എങ്കിലും വാഹനത്തിന് വേഗതയാക്കിയിട്ട് കയറ്റത്തുള്ള റോഡുകളിൽ സെക്കൻഡ് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അത് മാത്രം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. പല ആൾക്കാർ സെക്കൻഡ് കൊടുക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് കൊടുത്താൽ ഉടൻ തന്നെ അങ്ങ് സെക്കൻഡ് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി അവിടെ പെട്ടെന്ന്
പെട്ടെന്ന് നിന്ന് പോകും. നമ്മൾ ഇത്തിരി മൂവ്മെൻറ്റ്സ് ആക്കിയിട്ട് മാത്രമേ സെക്കൻഡ് കൊടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ വീണ്ടും നല്ല ഒരു ഇടുങ്ങിയ ഏരിയയിലേക്ക് എൻ്റെ വണ്ടി വന്നു. ഒരു ഗട്ടറുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇത് എൻ്റെ കാല് ക്ലച്ചിലുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, ഇങ്ങനെ കയറി വരികയാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ നല്ലൊരു കയറ്റമാണ്, ഇടുങ്ങിയ റോഡുമാണ്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഒരു 20 കിലോമീറ്റർ ആയപ്പോൾ സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് അയച്ചപ്പോൾ നിങ്ങൾ നോക്കിയേ സെക്കൻഡ് ഗിയറിൽ വണ്ടി കയറി വരുന്നത് കണ്ടോ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ഈ ഒരു ഭാഗത്ത് വന്ന് എൻ്റെ വണ്ടി ഇവിടെ ക്ലച്ചും ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ വാഹനം ഒന്ന് തിരിക്കാം. ആ ഒരു സൈഡിൽ നമുക്ക് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഞാൻ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഓടിച്ച് നമ്മുടെ വണ്ടി ഇത് ആ ഒരു സൈഡിലേക്ക് വരികയാണ്. ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് ചെയ്യാൻ അയച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ വണ്ടി ഈ സൈഡിലേക്ക് വരാം. നിങ്ങൾ നോക്കിയേ, അത്യാവശ്യം നല്ല വില്ലേജ് റോഡാണ്. ഇവിടെ ഒരു ഏലത്തോട്ടമൊക്കെ കാണാനായിട്ട് കഴിയും. ഇവിടെ വണ്ടി ഞാൻ ചവിട്ടി നിർത്തുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഫുൾ ഒടിച്ച് പിടിക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. വീണ്ടും എൻ്റെ കാല് ഫുൾ ക്ലച്ചിലും ബ്രേക്കിലും വന്നു. കാരണം ഇവിടെ ഒരു ഇറക്കം കൂടിയ ഏരിയ ആയതുകൊണ്ട് തന്നെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഇവിടെ സേഫായി. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇറക്കങ്ങളിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ക്ലച്ചും ബ്രേക്കും ചവിട്ടി പോകണോ അതോ ഫസ്റ്റ് ഗിയറിൽ പോകണോ സെക്കൻഡിൽ പോകണോ, ഏതിലാണ് പോകേണ്ടതെന്ന് സംശയമുണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കുക, ചെറിയ ഇറക്കം ഉള്ളെങ്കിൽ സെക്കൻഡ് കൊടുക്കാം, എന്നിട്ട് ബ്രേക്കിൽ നിന്ന് മെല്ലെ അയച്ച് പതിയെ അയച്ച് ഇറങ്ങുക. ഒപ്പം തന്നെ ക്ലച്ചും കൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് ഇറങ്ങാം. ഇനി ഇറക്കത്തിൻ്റെ അളവ് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ക്ലച്ചും കൂടി ചവിട്ടി ഫസ്റ്റ് കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ വാഹനം ഇതുപോലെ വളരെ സുഖകരമായിട്ട് ഇവിടെ ഇറങ്ങി വരാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൽ നിർബന്ധമായിട്ട് കാല് വെക്കുക, ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ ഇവിടെ വണ്ടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിന് സഹായം തേടുക. അതായത് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക, ഈ ലോക്കെ പിടിക്കുക, ഹാൻഡ് ബ്രേക്ക് മേളിലേക്ക് വലിച്ചു പിടിക്കുക. അപ്പം നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി ബാക്കിലേക്ക് ഇതുകൊണ്ട് പോകത്തില്ല. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേറ്റർ പെഡലിലേക്ക് കാല് വരിക. ഇത് തീർത്തും നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ട്രിക്ക് നിങ്ങൾ പ്രയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ തന്നെ വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെല്ലെ ആക്സിലറേഷൻ ഒന്ന് പമ്പ് ചെയ്ത് മുന്നോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക. അതായത് നിങ്ങൾ നോക്കുക, വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിലേക്ക് എത്തുന്നു. ഈ സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ അറിയാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പോയിന്റിൽ ഇടത്തെ കാലിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കാല് അയക്കുകയും ആ സെയിം ടൈമിൽ തന്നെ ഈ ഹാൻഡ് ബ്രേക്കും കൂടെ റിലീസ് ചെയ്ത് കൊടുത്താൽ നമുക്കിതുപോലെ വാഹനം കയറ്റത്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ കയറ്റത്ത് വണ്ടി എടുത്തു. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതുപോലെയുള്ള വില്ലേജ് റോഡിൽ എതിരെ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഒട്ടി ബ്രേക്കിലേക്ക് വന്ന് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നമ്മുടെ വാഹനത്തെ ഒതുക്കി കൊടുക്കുക. അതായത് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ട് വന്ന് വണ്ടി ഇതുപോലെ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സേഫായിട്ട് ഇറങ്ങി വരാം. ഇനി ഇറക്കത്തിൻ്റെ അളവ് കുറഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കയറ്റത്തായിക്കോട്ടെ, ചെറിയ കയറ്റങ്ങളാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. മൂവ് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഇട്ട് നമുക്ക് കയറി പോകാം. അതുപോലെ തന്നെ ഇറക്കങ്ങൾ ഇറങ്ങി വരുന്ന സമയത്തും നമുക്ക് ചെറിയ ഇറക്കങ്ങളൊക്കെ ഉള്ളെങ്കിൽ, ഇത്തരത്തിലുള്ള ഇറക്കങ്ങളാണെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ ഇറങ്ങി വരാം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.